ബഹുമാന്യരായ സത്യവിശ്വാസികളെ, പരിശുദ്ധ ദീനുൽ ഇസ്ലാമിൻ്റെ നിയമനിർദ്ദേശങ്ങൾ സൂക്ഷിച്ചുകൊണ്ട് തഖ്വയോടുകൂടി ജീവിക്കുവാൻ പരിശ്രമിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഉപദേശിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും അവന്റെ കൽപ്പനകൾ അനുസരിച്ച് ജീവിക്കുന്ന മുത്തഖീങ്ങളിൽ ഉൾപ്പെടുത്തുമാറാവട്ടെ. അല്ലാഹുവിൻ്റെ ദീൻ അനുസരിച്ച് ജീവിക്കുക എന്നത് വളരെ എളുപ്പവും നമുക്ക് ഈമാൻ ഉണ്ടെങ്കിൽ വളരെ ലളിതവുമായ ഒരു കാര്യമാണ്. നമ്മളൊക്കെ അള്ളാഹുവിൻ്റെ സൃഷ്ടികളാണെന്നും അള്ളാഹുവാണ് സൃഷ്ടാവ് എന്നുമുള്ള ഒരു വിശ്വാസമുണ്ടെങ്കിൽ പിന്നെ അള്ളാഹുവിൻ്റെ കൽപ്പനകളെ ധിക്കരിക്കുവാനും അതിനെതിരെ പ്രവർത്തിക്കുവാനും നമ്മുടെ മനസ്സ് അനുവദിക്കില്ല. മതത്തിന്റെ പേരിൽ ഒരുപാട് ചൂഷണങ്ങൾ നടക്കുന്ന കാലമാണിത്. ഈ ചൂഷണങ്ങൾക്ക് നേതൃത്വം നൽകുന്നത് മതത്തിന്റെ പേരിൽ അറിയപ്പെടുന്ന ചില ആളുകളുമാണ്. വളരെ ലളിതമാണ് ഇസ്ലാമിന്റെ വിശ്വാസം. മനുഷ്യരെല്ലാം സൃഷ്ടാവായ അള്ളാഹുവിൻ്റെ കൽപ്പനകൾ അനുസരിച്ച് ജീവിക്കുക. മനുഷ്യരെല്ലാം ആ സൃഷ്ടാവായ അള്ളാഹുവിനെ വിളിച്ചു പ്രാർത്ഥിക്കുകയും ആരാധിക്കുകയും അവനോട് മാത്രം ദുആ ചെയ്യുകയും ചെയ്യുക. വളരെ ലളിതമാണ്. യാതൊരു കെട്ടും കുടുക്കുമില്ലാത്ത, ദുർഗ്രാഹ്യതയില്ലാത്ത, വളവും തിരിവുമില്ലാത്ത ഒരു വിശ്വാസമാണിത്. ഖുർആനിൽ മനുഷ്യരോട് അള്ളാഹുവിനെ ആരാധിക്കാൻ പറയുന്നത് ഇത്തരം കാര്യങ്ങളെല്ലാം ഓർമ്മിപ്പിച്ചുകൊണ്ടാണ്. സൂറത്തുൽ ബഖറയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിലെ 22-ാം ആയത്ത് ഇങ്ങനെ പറയുന്നു: യാ അയ്യുഹന്നാസ് ഉബ്ദു റബ്ബക്കുമുല്ലദീ ഖലഖക്കും വല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തത്തഖൂൻ. യാ അയ്യുഹന്നാസ്, ജനങ്ങളെ, ഉബ്ദു റബ്ബക്കുമുല്ലദീ ഖലഖക്കും, നിങ്ങളെ സൃഷ്ടിച്ചവനായ നിങ്ങളുടെ റബ്ബിനെ നിങ്ങൾ ഇബാദത്ത് ചെയ്യുക, നിങ്ങളുടെ റബ്ബിനെ നിങ്ങൾ ആരാധിക്കുക. വല്ലദീന മിൻ ഖബ്ലിക്കും, നിങ്ങളുടെ മുമ്പുള്ളവരെയും സൃഷ്ടിച്ചവനായ റബ്ബിനെ. ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾ തഖ്വയുള്ളവരായി തീരാൻ വേണ്ടി, സൂക്ഷ്മതയുള്ളവരായി ജീവിക്കുവാൻ വേണ്ടി. ആ റബ്ബ് ആരാണ്? അല്ലദീ ജഅല ലക്കുമുൽ അർള ഫിറാശ, നിങ്ങൾക്ക് ഈ ഭൂമിയെ ഒരു വിരിപ്പാക്കി തന്നു. വസ്സമാഅ ബനാഅ, ഉപരിലോകത്തെ ഒരു കെട്ടിടമാക്കി തന്നു. വഅൻസല മിനസ്സമാഇ മാഅ, ഉപരിലോകത്ത് നിന്ന് അല്ലാഹു അവൻ നിങ്ങൾക്ക് വെള്ളം ഇറക്കി തന്നു. വഅഖ്റജ ബിഹി മിനസ്സമറാത്തി റിസ്ഖൻ ലക്കും, എന്നിട്ട് ആ വെള്ളം കൊണ്ട് അവൻ നിങ്ങൾക്ക് ഭക്ഷണമായിക്കൊണ്ട് ഫലവർഗങ്ങളെ, പഴങ്ങളെ, കായ്കനികളെ ഉൽപ്പാദിപ്പിക്കുകയും ചെയ്തു. അതുകൊണ്ട് ഫലാ തജ്അലൂ ലില്ലാഹി അൻദാദ, നിങ്ങൾ അല്ലാഹുവിന് പങ്കുകാരെ ഉണ്ടാക്കരുത്. വഅൻതും തഅലമൂൻ, നിങ്ങൾ അറിഞ്ഞുകൊണ്ട്. ഇതിൽ വളരെ ക്ലിയറാണ്. നിങ്ങളെ സൃഷ്ടിച്ചവൻ, നിങ്ങളെ മുമ്പുള്ളവരെ സൃഷ്ടിച്ചവൻ, നിങ്ങൾക്ക് ഈ ഭൂമി ജീവിക്കുവാൻ ഒരു വിരിപ്പ് പോലെ ഒരുക്കിത്തന്നവൻ, ഉപരിലോകത്തെ, ആകാശലോകത്തെ ഒരു എടുപ്പ് പോലെ ആക്കിത്തന്നവൻ, അതുപോലെ അവിടെ നിന്ന് മഴ പെയ്യിപ്പിച്ചു തന്നവൻ, ആ മഴവെള്ളം മൂലം കായ്കനികളും പഴങ്ങളും എല്ലാം ഉണ്ടാക്കിത്തന്നവൻ നിങ്ങൾക്ക് ഭക്ഷണമായി. ഇതെല്ലാം ചെയ്തു തന്ന നിങ്ങളുടെ റബ്ബിനെ നിങ്ങൾ ആരാധിക്കുക. എന്നിട്ട് പറഞ്ഞു, അങ്ങനെ ചെയ്യുന്നത് ആണ് നിങ്ങളുടെ ബാധ്യത. ഫലാ തജ്അലൂ ലില്ലാഹി അൻദാദ, അല്ലാഹുവിന് നിങ്ങൾ സമന്മാരെ ഉണ്ടാക്കരുത്. ഇപ്പൊ ഉബ്ദു റബ്ബക്കും എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ അല്ലാഹുവിന് പങ്കുകാരെ ഉണ്ടാക്കരുത് എന്ന് പറഞ്ഞാൽ ഒന്നാമതായി വരുന്നത് ആ അല്ലാഹുവിന് ഇബാദത്ത് ചെയ്യുന്നതിൽ പങ്കുകാരെ ചേർക്കരുത് എന്നാണ്. അപ്പൊ എന്താണ് ഇബാദത്ത്? എന്തിനാണ് ഇബാദത്ത്? നമ്മൾ അതും കൂടി അറിയണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അദ്ദുആഉ ഹുവൽ ഇബാദ, ദുആയാണ് ഇബാദത്ത് എന്ന്. ദുആയാണ് ഇബാദത്ത്.
എന്താ ദുആ? നമുക്ക് എല്ലാവർക്കും അറിയാം. ഇന്നും എന്നോട് ആവശ്യപ്പെടുന്ന ആൾക്കാർ, മൗലവി ജുമാക്ക് പോകുന്നതല്ലേ, ഇങ്ങനെ ഒരു പ്രശ്നമുണ്ടോ, ഒന്ന് ദുആ ചെയ്യണേ എന്ന് പറഞ്ഞാൽ പ്രാർത്ഥിക്കുക എന്നാണ്. അള്ളാഹുവിനോടുള്ള പ്രാർത്ഥനയാണ് അള്ളാഹുവിനുള്ള ഇബാദത്ത്. അള്ളാഹു അല്ലാത്തവർക്കുള്ള പ്രാർത്ഥനയാണ് അവരോടുള്ള ഇബാദത്ത്. അപ്പൊ നമ്മൾ സാധാരണ അന്യോന്യം ആവശ്യപ്പെടുകയോ വിളിക്കുകയോ ചോദിക്കുകയോ ചെയ്യുന്നതല്ല ഈ ദുആ. ഈ ദുആ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ കഴിവുകൾക്കപ്പുറത്ത്, മനുഷ്യന്റെ കഴിവുകൾക്കപ്പുറത്ത് സാധാരണയുള്ള ചോദിക്കലും പറയലും കാണലും കേൾക്കലും എന്നതിന്റെ അപ്പുറത്തുള്ള ഒരു സഹായാഭ്യർത്ഥന, അതാണ് ഈ ദുആ. ആ ദുആ ഇബാദത്താണ്. ആ ദുആ എന്തിലെല്ലാം ഉണ്ടോ അതെല്ലാം ഇബാദത്താണ്. അതുകൊണ്ട് ദുആ ചെയ്യുന്നത് നിങ്ങൾ അള്ളാഹുവിനോട് മാത്രമായിരിക്കണം എന്നതാണ് ഇസ്ലാമിന്റെ അടിത്തറ. അതുകൊണ്ട് തൗഹീദാണ് ഇസ്ലാമിന്റെ അടിത്തറ എന്ന് പറയുന്നു. നോക്കൂ, അള്ളാഹു പറയുന്നത് സൂറത്തുർ റൂം 40-ാമത്തെ ആയത്തിൽ, അല്ലാഹുല്ലദീ ഖലഖക്കും. അല്ലാഹ് ആരാണ്? അല്ലാഹ്. അല്ലദീ ഖലഖക്കും, നിങ്ങളെ സൃഷ്ടിച്ചവനായ അല്ലാഹ്. സുമ്മ റസഖക്കും, പിന്നെ നിങ്ങൾക്ക് ആഹാരം നൽകിയവൻ, അനുഗ്രഹങ്ങൾ നൽകിയവനായ അല്ലാഹ്. സുമ്മ യുമീതുക്കും, പിന്നെ നിങ്ങളെ മരിപ്പിക്കുന്നവനായ അല്ലാഹു. സുമ്മ യുഹീക്കും, പിന്നെ നിങ്ങളെ വീണ്ടും ജീവിപ്പിക്കുന്നവനായ അല്ലാഹു. അല്ലാഹുവിന്റെ പ്രത്യേകതകളാ പറയുന്നത്. അല്ലാഹുവാണ് നിങ്ങളെ സൃഷ്ടിച്ചത്, അല്ലാഹുവാണ് നിങ്ങൾക്ക് ഭക്ഷണം നൽകുന്നത്, അല്ലാഹുവാണ് നിങ്ങളെ മരിപ്പിക്കുന്നത്, അല്ലാഹുവാണ് നിങ്ങളെ പിന്നെയും ജീവിപ്പിക്കുന്നത്. ഇതൊക്കെ വേറെ ആരെങ്കിലും ചെയ്യുന്നുണ്ടോ? എന്നിട്ട് അല്ലാഹ് ചോദിക്കുകയാണ്, ഹൽ മിൻ ശുറകായിക്കും, നിങ്ങളുടെ പങ്കുകാരിൽ ആരെങ്കിലും ഉണ്ടോ, മൻ യഫ്അലു മിൻ ദാലിക്കും മിൻ ഷൈഇൻ, ഇതിൽ നിന്ന് എന്തെങ്കിലും ചെയ്യുന്നവരായി? അല്ലാഹു അല്ലാത്തവരോട് വിളിച്ചു തേടുന്ന പ്രാർത്ഥിക്കുന്ന ആളുകൾ ഓർക്കേണ്ടത്, ഈ പറഞ്ഞ കാര്യങ്ങൾ അവരാരെങ്കിലും ചെയ്യുന്നുണ്ടോ? അവരാരെങ്കിലും സൃഷ്ടിച്ചിട്ടുണ്ടോ? അവരാരെങ്കിലും ആഹാരം തരുന്നുണ്ടോ? അവരാരെങ്കിലും മരിപ്പിക്കുന്നുണ്ടോ? അവരാരെങ്കിലും ജീവിപ്പിക്കുന്നുണ്ടോ? ഇല്ലല്ലോ. സുബ്ഹാനഹു വ തആല അമ്മാ യുശ്രികൂൻ, അല്ലാഹു തആല അവർ ഈ പങ്കു ചേർക്കുന്നതിൽ നിന്ന്, ശിർക്ക് വെക്കുന്നതിൽ നിന്ന് എത്ര പരിശുദ്ധനാകുന്നു എന്ന്. ഇപ്പൊ വളരെ വ്യക്തമാണ്, ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന അല്ലാഹുവിനോട് മാത്രമേ നമ്മൾ പ്രാർത്ഥിക്കാൻ പാടുള്ളൂ, വിളിച്ചു തേടാൻ പാടുള്ളൂ എന്നാണ്. ഇത് എല്ലാ അമ്പിയാക്കന്മാരുടെയും ആദർശമാണ്. എല്ലാ അമ്പിയാക്കന്മാരും ജനങ്ങളോട് കൽപ്പിച്ച, ഒരുപോലെ പറഞ്ഞ ഒരു കാര്യം ഇതാണ്, വമാ അർസൽനാ മിൻ ഖബ്ലിക മിൻ റസൂലിൻ ഇല്ലാ നൂഹി ഇലൈഹി അല്ലാ ഇലാഹ അന്നഹു ലാ ഇലാഹ ഇല്ലാ അന ഫഅബ്ദൂൻ. എന്താ? എല്ലാ പ്രവാചകന്മാർക്കും, നിന്റെ മുമ്പ് വന്ന പ്രവാചകന്മാർക്കൊക്കെ നാം വഹി നൽകാതിരുന്നിട്ടില്ല എന്നാണ്, വഹി നൽകിയിട്ടുണ്ട്. എന്ത്? അന്നഹു ലാ ഇലാഹ ഇല്ലാ അന, ഞാനല്ലാതെ ഒരു ഇലാഹില്ല എന്ന്. അതുകൊണ്ട് ഫഅബ്ദൂൻ, എന്നെ മാത്രം ആരാധിക്കണം എന്നാണ്. ഞാനല്ലാതെ ഇലാഹില്ല. എന്താ ഇലാഹില്ല എന്ന് പറഞ്ഞാൽ? ഇബാദത്തിന് തരപ്പെട്ടവനില്ല. ഇബാദത്തെന്ന് പറഞ്ഞാൽ ദുആയാണ്. ഇപ്പൊ ചില ആളുകൾ പറയും അല്ലാഹ് തന്നെയാണ് ഇലാഹ്, അല്ലാഹ്ക്കല്ലാതെ ഇബാദത്ത് ചെയ്യാൻ പാടില്ല, നമ്മളും ചെയ്യുന്നില്ല. പക്ഷെ അല്ലാഹു അല്ലാത്തവരോട് സഹായം തേടുകയാണ്. ആ സഹായം തേടലാണ്, ആ ദുആ ചെയ്യലാണ് ഒരു കർമ്മം ഇബാദത്തായി തീരുന്നതിന്റെ മർമ്മം. അതുകൊണ്ട് ആ വാക്കിന് യാതൊരു അടിത്തറയുമില്ല, യാതൊരു ന്യായവുമില്ല എന്ന് നാം അറിയണം. ഇത് എല്ലാ പ്രവാചകന്മാർക്കും നൽകിയ സന്ദേശമാണ് എന്ന് അള്ളാഹു പറയുന്നു. മാത്രവുമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പ്രത്യേകം പറഞ്ഞു, വലഖദ് ഊഹിയ ഇലൈക വഇലല്ലദീന മിൻ ഖബ്ലിക ലഇൻ അശ്റക്ത ലയഹ്ബതന്ന അമലുക വലതകൂനന്ന മിനൽ ഖാസിരീൻ. സൂറത്ത് സുമർ 65. അള്ളാഹു പറയുന്നത് വലഖദ് ഊഹിയ ഇലൈക, നബിയോടാണ് പറയുന്നത് സല്ലല്ലാഹു അലൈഹി വസല്ലം, താങ്കൾക്ക് നാം വഹി നൽകിയിരിക്കുന്നു. വഇലല്ലദീന മിൻ ഖബ്ലിക, താങ്കളുടെ മുമ്പുള്ളവർക്കും നാം വഹി നൽകിയിരിക്കുന്നു. ലൈൻ അശ്റക്ത, ഇതാണ് ആ വഹി. താങ്കളെങ്ങാനും പങ്കു ചേർത്താൽ, അല്ലാഹുവിൽ പങ്കു ചേർത്താൽ, ലയഹ്ബതന്ന അമലുക, തീർച്ചയായും താങ്കളുടെ അമലുകൾ, പ്രവർത്തികൾ അത് നശിച്ചു പോകും. വലതകൂനന്ന മിനൽ ഖാസിരീൻ, താങ്കൾ നഷ്ടപ്പെട്ടവരിൽ ഉൾപ്പെട്ടു പോവുകയും ചെയ്യും എന്ന്. ഇപ്പൊ ഷിർക്ക്
വളരെ ഗുരുതരമായ ഒരു സംഗതി തന്നെയാണ്, വളരെ അപകടകാരിയുമാണത്. അഫ്ളലു ദിക്ർ ലാ ഇലാഹ ഇല്ലല്ലാഹ്. എന്താ അഫ്ളലു ദിക്ർ ലാ ഇലാഹ ഇല്ലല്ലാഹ് ആയത്? അഫ്ളലു മാ ഖുൽതു അന വന്നബിയ്യൂന മിൻ ഖബ്ലി ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഞാനും എന്റെ മുമ്പ് വന്ന പ്രവാചകന്മാരും പറഞ്ഞതിൽ ഏറ്റവും അഫ്ളലായ ഖൗല് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതാണ്. അത് പറഞ്ഞാൽ ഖൂലൂ ലാ ഇലാഹ ഇല്ലല്ലാഹ് തുഫ്ലിഹു, നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയൂ, നിങ്ങൾ വിജയിക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് നിങ്ങൾ പറയുക എന്ന്. എല്ലാ സന്ദർഭത്തിലുമുള്ള ദിക്റുകളിലും ദുആകളിലും ഒക്കെ നമുക്ക്, ബാങ്കിലും ഇഖാമത്തിലും നമസ്കാരത്തിലും ഒക്കെ നമുക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് കാണാൻ സാധിക്കും. അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരാശയമാണ്, ഷഹാദത്ത് കലിമ. അതിൽ ആദ്യത്തേത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് അടിയുറച്ച് വിശ്വസിച്ച് അത് പ്രഖ്യാപിക്കലാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. അങ്ങനെ പ്രഖ്യാപിച്ച ഒരു മനുഷ്യൻ, അംഗീകരിച്ച ഒരു മനുഷ്യൻ പിന്നെ അല്ലാഹുവേ എന്നല്ലാതെ ദുആ ചെയ്യില്ല. റഹ്മാനായ റബ്ബേ, അല്ലാഹുവേ എന്ന് അല്ലാഹുവിനോടല്ലാതെ ദുആ ചെയ്യില്ല. അമ്പിയാക്കന്മാർ നടത്തിയ പ്രാർത്ഥനകൾ ഖുർആനിലുണ്ട്. ആദം അലൈഹിസ്സലാം മുതൽ മുഹമ്മദ് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം വരെ ഉള്ള പ്രവാചകന്മാരിൽ കുറേ പ്രവാചകന്മാരുടെ ദുആ ഖുർആനിലുണ്ട്. ആദം അലൈഹിസ്സലാമിൻ്റെ ഉണ്ട്, നൂഹ് നബി അലൈഹിസ്സലാമിൻ്റെ ഉണ്ട്, ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെതുണ്ട്, മൂസാ നബി അലൈഹിസ്സലാമിൻ്റെയും ഈസാ നബി അലൈഹിസ്സലാമിൻ്റെയും യൂനുസ് നബി അലൈഹിസ്സലാമിൻ്റെയും ഒക്കെ പ്രാർത്ഥനകൾ ഖുർആനിലുണ്ട്. എല്ലാ പ്രാർത്ഥനകളും അള്ളാഹുവിനോട് നേരിട്ട് പ്രാർത്ഥിക്കുന്നതാണ്, അള്ളാഹുവിനോട് മാത്രം ചോദിക്കുന്നതുമാണ്. ഇതാണ് ഇസ്ലാമിന്റെ അടിത്തറ എന്ന് നമ്മൾ മനസ്സിലാക്കിയാൽ പിന്നെ എങ്ങനെയാണ് അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കുക? എങ്ങനെയാണ് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാൻ ഒരു ഇടയാളൻ വേണം എന്ന് പറയുക? ഖുർആനിൽ എവിടെയും ഒരു പ്രാർത്ഥനയും അതുപോലെ ഹദീസുകളിൽ വന്ന ഒരു പ്രാർത്ഥനയും അള്ളാഹുവിനോട് നേരിട്ടല്ലാതെ ഇല്ല എന്ന് നമ്മൾ അറിയണം. റബ്ബന എന്ന്, റബ്ബി എന്ന്, അല്ലാഹുമ്മ എന്ന്, അതാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ഷഹാദത്ത് കലിമയുടെ പൂർത്തീകരണം. പിന്നെ നാം നോക്കുക, അള്ളാഹുവിൽ പങ്കുചേർക്കുക എന്നത് വളരെ കരുതിയിരിക്കണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. വളരെ കരുതിയിരിക്കണം. കാരണം നമ്മൾ അറിയാത്ത വിധത്തിൽ നമ്മുടെ ഇബാദത്തുകൾ നഷ്ടപ്പെടും, നമ്മൾ ശിർക്കിലേക്ക് ആയിപ്പോവുകയും ചെയ്യും. ഇപ്പൊ തന്നെ നോക്കൂ, നമ്മൾ രണ്ടാളെ സങ്കല്പിക്കാം. ഒരാള് അല്ലാഹുവേ 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 എന്ന് മാത്രം ദുആ ചെയ്തുകൊണ്ട് ജീവിച്ചു മരിച്ചുപോയി. ആ മനുഷ്യന്റെ പ്രാർത്ഥന അള്ളാഹ് സ്വീകരിക്കൂല എന്ന് പറയാൻ പറ്റുമോ? എന്താ ഇതിനൊരു കുറവുള്ളത്? ഒന്നുമില്ലല്ലോ. ഇടയാളനെ കൂട്ടിയില്ല എന്നോ അല്ലെങ്കിൽ വേറൊരാളോട് പറഞ്ഞില്ല എന്നോ പറഞ്ഞ് അല്ലാഹുവേ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ഒരു മനുഷ്യൻ ആ പ്രാർത്ഥന അപൂർണമാണ് എന്ന് പറയാൻ പറ്റും? പറ്റില്ലല്ലോ. അപ്പൊ അത് നമ്മൾ മനസ്സിലാക്കണം. ഈ കാലത്ത് പ്രത്യേകിച്ചും പല മതങ്ങളിലും പല വിശ്വാസികൾക്കിടയിലും അവരുടെ മതഗ്രന്ഥങ്ങൾ തന്നെ പറയുന്ന സൃഷ്ടാവിനെ, ദൈവത്തിനെ മാത്രം ആരാധിക്കണം എന്നതിൽ നിന്ന് മാറിയിട്ട് മറ്റ് പലതിനോടും ആരാധന നടത്താം എന്നതിലേക്ക് വ്യാഖ്യാനങ്ങൾ നൽകി പല പുരോഹിതന്മാരും. അങ്ങനെയുള്ള ചില അബദ്ധങ്ങൾ മുസ്ലിം സമൂഹത്തിലും ഉണ്ടായിത്തീർന്നു എന്ന് നമുക്കറിയാം. അങ്ങനെ ഉണ്ടാകും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. എന്റെ സമുദായത്തിലെ ചില ആളുകൾ വിഗ്രഹാരാധനയിലേക്ക് എത്തിയ ശേഷമാണ് ഖിയാമത്ത് നാൾ ഉണ്ടാവുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ. അല്ലാഹുമ്മ ലാ തജ്അൽ ഖബ്രി വസനൻ യുഅബദ്. അല്ലാഹുവേ, എന്റെ ഖബറിനെ ആരാധിക്കപ്പെടുന്ന ഒരു വിഗ്രഹമാക്കരുതേ എന്ന്. മുസ്ലിമീങ്ങൾ വിഗ്രഹം വെച്ച് ആരാധിക്കലില്ലല്ലോ. പക്ഷെ എന്താണ് ആ പറഞ്ഞതിന്റെ അർത്ഥം? വിഗ്രഹമെന്ന് പറയുന്നത് അതിപ്പൊരാൾ മരിച്ചു കഴിഞ്ഞ് കിടത്തിവെച്ച ഒരു മൃതദേഹമാണെങ്കിലും പ്രാർത്ഥന അദ്ദേഹത്തോടാണെങ്കിൽ അത് വിഗ്രഹമായി, അതൊരു ഇലാഹായി. നമ്മൾ മരിച്ചുപോയവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, അവരുടെ പരലോക ഗുണത്തിനു വേണ്ടി പ്രാർത്ഥിക്കണം, അവർ സ്വർഗത്തിലെത്താൻ വേണ്ടി പ്രാർത്ഥിക്കണം, അവർക്ക് അല്ലാഹു മാപ്പ് ചെയ്യാൻ വേണ്ടി പ്രാർത്ഥിക്കണം. അതാണ് മയ്യിത്ത് നമസ്കാരവും ഒക്കെ നമ്മൾ ചെയ്യേണ്ടത്. എന്നാൽ അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുന്ന വിധത്തിൽ മറഞ്ഞ വഴിയിലുള്ള സഹായം ചോദിച്ചുകൊണ്ട്
അഭൗതികമായ നിലക്ക് സഹായം പ്രതീക്ഷിച്ചുകൊണ്ടുള്ള പ്രാർത്ഥനകളും വിളികളും ആവശ്യപ്പെടലും ഒക്കെ അത് അങ്ങോട്ടായാൽ അത് വിഗ്രഹമായി. നമ്മൾ വിഗ്രഹം എന്ന് പറഞ്ഞാലും ഇല്ലെങ്കിലും എന്നുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ കാര്യത്തിൽ സമൂഹത്തെ നന്നായി ബോധവൽക്കരിച്ചിട്ടുണ്ട് പല സന്ദർഭങ്ങളിലും. അത് വിശദമായി നമുക്ക് പിന്നീട് വിശദീകരിക്കാവുന്നതുമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന അഫ്ളലുൽ ദിക്റായ ഈ ഷഹാദത്ത് കലിമയുടെ അർത്ഥം ഉൾക്കൊണ്ട് മനസ്സിലാക്കി ജീവിക്കുന്ന കറകളഞ്ഞ തൗഹീദുള്ള സജ്ജനങ്ങളിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. ഈമാനിന്റെ കുറവുള്ള ആളുകൾക്ക് അള്ളാഹുവിന്റെ റഹ്മത്തിനെക്കുറിച്ചും അള്ളാഹു നൽകുന്ന മഗ്ഫിറത്തിനെക്കുറിച്ചും അള്ളാഹുവിങ്കിൽ നിന്നുള്ള പ്രതിഫലത്തെക്കുറിച്ചും വേണ്ടത്ര വിശ്വാസമില്ലാത്ത ആൾക്കാർ അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിച്ചു പോകും. ഖുർആനിന്റെ ഒരു ചോദ്യമുണ്ട്, അമ്മൻ യുജീബുൽ മുൽത്തറ ഇദാ ദആഹു. പ്രയാസപ്പിടിച്ച ഒരാൾ വിളിച്ചു തേടിയാൽ ആരാണ് ഉത്തരം ചെയ്യുക? വിഷമിക്കുന്ന ഒരാൾ, പ്രയാസമുള്ള ആൾ, അത് മുത്തർ എന്ന് പറയാം. ബുദ്ധിമുട്ടുന്ന ഒരാൾ വിളിച്ചു തേടിയാൽ ആരാണ് ഉത്തരം ചെയ്യുക? വയക്ഷിഫു സൂഅ, വിഷമങ്ങളെ മാറ്റിക്കൊടുക്കുകയും ചെയ്യുന്നത് ആരാണ്? വയജ്അലകും ഖുലഫാ അൽ അർദ്, ഈ ഭൂമിയിലുള്ള അധികാരികളാക്കി നിങ്ങളെ മാറ്റുന്നത് ആരാണ്? അല്ലെങ്കിൽ തലമുറകളായി നിങ്ങളെ മാറ്റുന്നത് ആരാണ്? ആരാണ്? ആ ചോദ്യത്തിന് എന്താ ഉത്തരം? നിങ്ങൾ പ്രയാസപ്പെട്ടുകൊണ്ട് വിളിച്ചാൽ ആരാണ് ഉത്തരം ചെയ്യുക? ഓരോരുത്തർക്ക് ഓരോ വിഷമല്ലേ. ചിലർക്ക് രോഗമാണ്, ചിലർക്ക് ദാരിദ്ര്യമാണ്, ചിലർക്ക് മാനസികമായ പ്രയാസങ്ങളാണ്, പലതുമാണ്. ഈ ഒരു സമയത്ത് വിളിച്ചാൽ ആരാണ് ഉത്തരം ചെയ്യുക? എന്താ മറുപടി? അവരെ ഒരു നമ്മളില്ലേ ശരിയോ തെറ്റോ എന്ന് പറയുക, യെസ് ഓർ നോ ക്വസ്റ്റ്യൻ എന്ന് പറയുന്ന അങ്ങനൊന്നല്ലത്. അള്ളാഹു ആണ് എന്നേ മറുപടിയുള്ളൂ. അതുപോലെ തന്നെ ഈ കാര്യം പറഞ്ഞിട്ട് അള്ളാഹ് പറയുന്നത് ഇലാഹും മഅല്ലാഹ്, അള്ളാന്റെ കൂടെ വേറെ ഒരു ഇലാഹോ? അതിലെന്താ മനസ്സിലാക്കേണ്ടത്? വിഷമിച്ചിരിക്കുമ്പോൾ ഒരാൾ വിളിച്ചാൽ ആ വിളിക്ക് ഉത്തരം ചെയ്യുന്നവൻ ആരാണോ അത് അള്ളാഹു മാത്രമാണ്. എങ്കിൽ പിന്നെ വേറെ ഒരു ഇലാഹ് ഉണ്ടാകുമോ? അതിൽ മനസ്സിലാക്കേണ്ടത് നിങ്ങൾ വേറെ ഒരാളെയാണ് വിളിച്ചതെങ്കിൽ അയാളാണ് നിങ്ങളുടെ ഇലാഹ് എന്നല്ലേ? വളരെ വ്യക്തമാണല്ലോ അത്. ഇതിന്റെ അള്ളാഹ് പറയാണ്, അള്ളാഹു പറയുന്നത് ഖലീലമ്മാ തദക്കറൂൻ, നിങ്ങൾ വളരെ കുറച്ചു മാത്രമാണ് പിന്നെ കാര്യങ്ങൾ മനസ്സിലാക്കുന്നത് എന്നാണ്. അലൈസല്ലാഹു ബികാഫിൻ അബ്ദഹു, അള്ളാഹു പോരെ അവന്റെ അടിമക്ക്? ഇത് മറ്റൊരു ചോദ്യമാണ്. അള്ളാഹു പോരെ അവന്റെ അടിമക്ക്? അലൈസല്ലാഹു ബികാഫിൻ അബ്ദഹു. ഇതും അതുപോലെ തന്നെ നമ്മളോട് പോരെ മതിയോ എന്ന് ഉത്തരം പറയാനുള്ള ഒരു ചോദ്യമല്ല. അതിന് മറുപടി വളരെ വ്യക്തമല്ലേ? അലൈസല്ലാഹു ബികാഫിൻ അബ്ദഹു, അള്ളാഹു പോരെ അവന്റെ അടിമക്കെന്ന് ചോദിച്ചാൽ അള്ളാഹു മതി എന്നാണ്. ആ ഒരു വിശ്വാസത്തിൽ അള്ളാഹുവിന് ഇബാദത്ത് ചെയ്ത് അള്ളാഹുവിനോട് മാത്രം ദുആ ചെയ്തുകൊണ്ട് ജീവിക്കുക എന്നതാണ് മനുഷ്യന്റെ ബാധ്യത. അതിൽ നിന്ന് ആളുകളെ തെറ്റിച്ചു കളയുന്ന, അള്ളാഹുവിൽ നിന്ന് ആളുകളെ മാറ്റുന്ന, ഏറെക്കുറെ നല്ല പൂർണ്ണമായും ഇപ്പോൾ പലതും പറയുന്നത് മനുഷ്യന്റെ മനസ്സിലുള്ളത് ഇവരറിയും. ഈ ലോകത്തൊരു ഇല പോലും വീഴുന്നത് ഇത്തരം ആളുകൾ അറിയും. അത്ഭുതങ്ങൾ അവർ മരിച്ചു കഴിഞ്ഞാലും നമ്മൾ അവരെ വിളിച്ചാൽ അവർ കാണിക്കും. ഇങ്ങനെ പറഞ്ഞ് ഇനിയിപ്പോ എന്താണ് അല്ലാഹുവേ എന്ന് വിളിച്ചു പറയാൻ ബാക്കിയുള്ളത്? ഒന്നുമില്ല. കുഞ്ഞുങ്ങളില്ലാത്തവർ ഇവിടേക്ക് പോയി പറയുക, ദാരിദ്ര്യം പിടിച്ചവർ ഇവിടേക്ക് പോയി നേർച്ചയാക്കുക, പരീക്ഷ പാസ്സാവാൻ അങ്ങോട്ട് പോവുക, ശത്രുദോഷം അകറ്റാൻ ഇങ്ങോട്ട് വരിക, എല്ലാം എന്തെല്ലാം കാര്യങ്ങളുണ്ടോ അതിനൊക്കെ ഓരോ സ്ഥലങ്ങളും ഓരോ കേന്ദ്രങ്ങളും ഉണ്ടാക്കി ആളെ തെളിച്ചു കൊണ്ടുപോകുന്നു. ഇനി എന്താ ബാക്കി? ഇനി എന്താണ് അള്ളാഹുവിനോട് ചോദിക്കാൻ ബാക്കി എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയല്ലേ? എന്തിനാണ് അള്ളാഹു നിങ്ങളെയും നിങ്ങളെ മുമ്പുള്ളവരെയും സൃഷ്ടിച്ചത് എന്ന് പറഞ്ഞത്? എന്തിനാണ് നിങ്ങൾക്ക് മഴ പെയ്യിപ്പിച്ചു തന്നത്? നിങ്ങൾക്ക് മഴവെള്ളത്തിൽ നിന്ന് കൃഷി ഉൽപ്പാദിപ്പിച്ചു തന്നത്? ആകാശത്തെ ഉയർത്തിത്തന്നത്? ഭൂമിയെ നിങ്ങൾക്ക് വിരിച്ചു തന്നത്? ഇതെന്തിനാ പറയുന്നത്? ഇതൊക്കെ അള്ളാഹു ആണ് ചെയ്യുന്നത് എന്നുള്ളത് കൊണ്ടാണ്. അവിടെ നമുക്ക് ഉറച്ചു നിൽക്കാൻ സാധിക്കണം.
വിഷമമുണ്ടായോ? നമ്മൾ പറയാറില്ലേ, അല്ലാഹുമ്മ ലാ മാനിഅ ലിമാ അഅതൈത, അല്ലാഹുവേ നീ തന്നതിനെ തടയാൻ ആരുമില്ല, ഒരുത്തനുമില്ല. അല്ലാഹു നമുക്കൊരു ഹൈറ് തന്നാൽ അത് തടയാൻ ആർക്കും കഴിയില്ല. വലാ മുഅ്തിയ ലിമാ മനഅത, അല്ലാഹുവേ നീ തടഞ്ഞതിനെ തരാനും ആരുമില്ലല്ലോ. അല്ലാഹു തആല നമുക്ക് തന്നില്ല എന്ന് വിചാരിക്കാം. ഇപ്പൊ കുഞ്ഞുങ്ങളുണ്ടായില്ല ഒരാൾക്ക്, അങ്ങനെ എത്ര ദമ്പതികളുണ്ട്? ജീവിത പ്രയാസങ്ങളിൽ നിന്ന് രക്ഷപ്പെടാത്ത വിധം ദാരിദ്ര്യമായി ഒരാൾക്ക് അല്ലാഹു പണം തന്നില്ല, എത്ര ആളുകളുണ്ട്? അങ്ങനെ പലതും. അല്ലാഹു തരാത്തതിനെ തരാൻ പിന്നെ ഈ വഴിയിൽ വേറെ ആളില്ലല്ലോ. അത് നമ്മൾ വിശ്വസിക്കണം. അത് വിശ്വസിച്ച് അങ്ങനെ അല്ലാഹുവിനോട് ദുആ ചെയ്യുക എന്നത് മാത്രമാണ് നമുക്ക് ചെയ്യാനുള്ളത്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ കറകളഞ്ഞ തൗഹീദ് എന്ന് പറയുന്നത്. അഫ്ളലു ദിക്റായ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്നതിന്റെ താല്പര്യം അതാണ്. അതുകൊണ്ട് നമ്മെ അറിയുന്ന, നമ്മുടെ മനസ്സറിയുന്ന, നമ്മുടെ വിശ്വാസം അറിയുന്ന, നമ്മുടെ കഴിവുകൾ അറിയുന്ന, നമ്മുടെ കഴിവ് കേടുകൾ അറിയുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആല, ആ അല്ലാഹുവിനോട് ചോദിക്കുക. എങ്ങനെ ചോദിക്കണമെന്നാ? അല്ലാഹുവിനോട് ചോദിക്കുമ്പോൾ പരമാവധി ചോദിക്കണം എന്നാ. ഇപ്പൊ സ്വർഗത്തിൽ അവിടെ എവിടെയെങ്കിലും ഒരു വരാന്തയിലൊരു പായ കിട്ടിയാൽ മതി എന്നല്ല ദുആ ചെയ്യേണ്ടത്. ദുആ ചെയ്യേണ്ടത് അൽ ഫിർദൗസുൽ അഅ്ല കിട്ടണമെന്നാ. സ്വർഗത്തിലെ നമ്പർ 1, ഏറ്റവും ഉയർന്ന ക്ലാസ്സിലെ സ്വർഗം കിട്ടണമെന്ന. അല്ലാഹുവിനോട് എത്രയും നമുക്ക് ചോദിക്കാം എന്നാണ്, ചോദിക്കണം എന്നാണ്. അല്ലാഹുവിനോട് കൂടുതൽ കൂടുതൽ ചോദിക്കുന്നവരോടാണ് അല്ലാഹുവിന് ഇഷ്ടമെന്നാണ്. ചോദിച്ചാലോ അല്ലാഹു തആല ചിലർക്ക് അത് ഉടനെ നൽകും, ചിലർക്ക് കുറെ കഴിഞ്ഞ് നൽകും, ചിലർക്ക് അല്ലാഹു നൽകാതെയും ഇരിക്കും. ഇതൊക്കെ അല്ലാഹുവിന്റെ തീരുമാനമാണ്. നമുക്കതിൽ സംതൃപ്തിയോടുകൂടി അത് സ്വീകരിച്ച് മുന്നോട്ട് പോവുക എന്നതേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ അല്ലാഹുവിനോട് നേർക്കുനേരെ പ്രാർത്ഥിക്കുക, അല്ലാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കുക. അല്ലാഹുവിനുള്ള പ്രാർത്ഥനയിൽ ഒരാളെയും ഒരു ഇടയാളനെയും ഉൾപ്പെടുത്താതിരിക്കുക എന്നത് അമ്പിയാക്കന്മാരുടെ ദഅവത്ത്, അത് ഊന്നി നിൽക്കുന്ന ആശയം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞുകൊണ്ടേയിരുന്ന ആശയം, സഹാബത്ത് പ്രചരിപ്പിച്ച ആശയം, അതിൽ നമ്മളും ഉറച്ചു നിൽക്കണം. വിഷമങ്ങൾ ഉണ്ടാകുമ്പം, പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ അല്ലാഹുവിൽ നിന്ന് തെറ്റിച്ചു കൊണ്ടുപോകുന്നതിൽ നമ്മൾ ഉൾപ്പെടാതെയും ഇരിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. റഹ്മാനും റഹീമുമായ അല്ലാഹുവേ, ഞങ്ങളിൽ നിന്ന് വന്നു പോകുന്ന തെറ്റുകുറ്റങ്ങളും പോരായ്മകളും ഞങ്ങൾക്ക് നീ വിട്ടുപുറത്ത് മാപ്പാക്കി തരണമേ. ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ ആളുകൾക്ക് മഗ്ഫിറത്ത് നൽകി അനുഗ്രഹിക്കണമേ. രോഗങ്ങളും മറ്റു പ്രയാസങ്ങളും കൊണ്ട് കഷ്ടപ്പെടുന്നവരുടെ എല്ലാവിധ പ്രയാസങ്ങളെയും രോഗങ്ങളെയും അല്ലാഹുവേ ദൂരീകരിച്ച് തരണമേ. ഇസ്ലാമും മുസ്ലിം സമൂഹവും അനുഭവിക്കുന്ന പ്രയാസങ്ങളും പീഡനങ്ങളും തരണം ചെയ്യാനുള്ള ഈമാനും കരുത്തും നൽകി ഈ സമൂഹത്തെ അനുഗ്രഹിക്കണമേ. ലോകത്തുള്ള എല്ലാ മനുഷ്യർക്കും സമാധാനത്തോടുകൂടി ജീവിക്കുവാനുള്ള അനുഗ്രഹം നൽകണമേ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا يا غافر المذنبين اللهم أعز الإسلام والمسلمين. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. وصلى الله على نبينا محمد وعلى آله وصحبه وسلم.